ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് തോമസ്. സാറ് ഏത് സംഘടനയുള്ള, അതായത് ഇപ്പൊ എന്റെ കോഴ്സാണോ അതോ CSI, ഏത് സംഘടനയോട് ചേർന്ന് നിൽക്കുന്നത് സാറേ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, മൊത്തമായിട്ട് ഇപ്പൊ പറയുന്നത് കൊണ്ട് ഞാൻ ഇന്നും കേൾക്കുന്നുണ്ട്. അല്ല, ഏത് സംഘടനയോടുകൂടി ചേർന്ന് നിൽക്കുന്നതായിരിക്കും ഈ യേശുക്രിസ്തുവിന് ഇഷ്ടം അങ്ങയുടെ അഭിപ്രായത്തിൽ? അതായത് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനാ. അപ്പൊ ഞാൻ ചോദിച്ചേ, ഞാൻ വേറെ ഒന്നും ചോദിച്ചല്ല കേട്ടോ. ഒരു സാറിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല. അപ്പോൾ ഏത് സംഘടനയിലായിരുന്നു, ഏതെങ്കിലും സംഘടനയിലായിരുന്നോ സാറ്? അല്ല, അതാ പറഞ്ഞേ, ഞാൻ യേശുക്രിസ്തുവിനോടാണ് ചേർന്ന് നിൽക്കുന്ന ആള്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആൻസർ അതാണ്. അന്നേരം അത് മതിയാകുമോ എന്റെ ഒരു കൺവിൻസിംഗ് ആയിട്ട്? ഞാൻ എന്റെ ഒരു ചിന്താഗതി എന്തായിരിക്കും? ഞാൻ ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പൊ ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലോ, ഇപ്പൊ താങ്കൾ ഒരു പാസ്റ്റർ അല്ലേ? ജാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ ജയിച്ചാലും മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ എന്റെ ചോദ്യം കറക്റ്റ് ആയിരുന്നോ? ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു, ഞാൻ സാറ് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ, ഏതിലായിരുന്നു എന്ന് ചോദിച്ചത്. കാരണം അല്ല, ഏതിലാണേലും അതിനകത്തൊരു പ്രസക്തി ഇല്ലല്ലോ. ഞാൻ ഇപ്പോൾ ക്രിസ്തുവിലാണ്. അല്ല, ആയിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. മീൻസ് ഇതിപ്പോ സാറിനോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കാതെ പറഞ്ഞു ഞാൻ ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എന്ന് പറഞ്ഞു. താങ്കൾ അതിലൂടെ ഞാൻ അങ്ങനെ ആയിരുന്നു, താങ്കൾ എന്താണെന്നല്ലേ ആദ്യമേ എന്നോട് താങ്കൾ ചോദിച്ചു. അന്നേരം ഞാൻ അതിനെ വേറൊരു രീതിയിൽ മറുപടി പറഞ്ഞു. അന്നേരം താങ്കൾ ഇച്ചിലൂടെ വേറൊരു വളഞ്ഞ വഴിയിൽ നോക്കിയപ്പോ ഞാൻ താങ്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ മറുപടിയും പറഞ്ഞു. അല്ലാതെ ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുക, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് സാറ്? അല്ല, അതിന്റെ ആവശ്യം എന്താ? ഞാൻ ഏതാണെന്ന് അറിഞ്ഞ താങ്കൾക്ക് എന്തോ നേട്ടം ഉണ്ടാകുന്നത്? ഞാൻ പണ്ടൊരു സ്ഥാനത്തിലായിരുന്നു നോക്കുക. ഞാനിപ്പോ ഒരു കത്തോലിക്ക സഭയിലായിരുന്നു നോക്കുക പണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? പറ. ഞാൻ അറിയാൻ മാത്രം ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഒന്നും അതാണ് സാറിനെ. അല്ല, അത് പറഞ്ഞേ, ഇപ്പോൾ ഞാനിപ്പോ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എന്ന് വെക്കുക. അത് താങ്കൾക്ക് അറിഞ്ഞത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്തായിരുന്നു? അറിയാൻ മാത്രമോ പ്രയോജനം? ഇപ്പോ ഞാൻ ചോദിക്കുന്ന സാർ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമല്ലോ. എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പണ്ടൊരു ഇന്നാരായിരുന്നു എന്ന് കേൾക്കുമ്പോൾ താങ്കൾക്ക് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണ്? അല്ലെ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ടുള്ള എനിക്കൊരു പ്രയോജനം എന്താണ്? അതെ, എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പൊ സാർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പ്രയോജനം ഉണ്ടല്ലോ. അന്നേരം ഞാൻ അങ്ങോട്ട് ചോദിക്കുവാണ്, ഞാനിപ്പോ ഒരു കത്തോലിക്കനായിരുന്നു, ഞാൻ പണ്ട് കത്തോലിക്കനായിരുന്നത് കൊണ്ട് അത് കേട്ടത് കൊണ്ട് അങ്ങേക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? അല്ല, ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ സാർ ചോദിക്കുന്നതിന് ഇപ്പൊ പേരെന്താ എന്ന് ചോദിച്ചു അല്ലയോ? അല്ലെങ്കിൽ പേരെന്താണ് ചോദിക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചോളൂ. അതുകൊണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ ആരോടും എന്താ പറഞ്ഞത് വേറെ പേര് ചോദിക്കുകയും നിന്റെ സഭ എന്താണെന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പേരെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ മനുഷ്യ എന്ന് നമുക്ക് എല്ലാവരെയും നമ്മളെല്ലാം മനുഷ്യരാണെങ്കിലും നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും മനുഷ്യ എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഐഡന്റിറ്റി ഉണ്ട്. നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ പേര്. അല്ല, എന്നാലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ടൊക്കെ പേരൊക്കെ വെക്കുമ്പോ ഇപ്പൊ സുനിൽ മാത്യു ഒന്ന് വെച്ചു, അപ്പോ ഏതാണ് നമുക്ക് മനസ്സിലാവും എന്താ ക്രിസ്ത്യനാണ്. അത് മനസ്സിലായി. ഇനി അടുത്ത സാധനമാണ്. ഇനി ആ ക്രിസ്ത്യാനില് ഏത് സാധനമാണവെന്ന്. അന്നേരം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ക്രിസ്തുവിന് താല്പര്യം ഇതിൽ ഏത് കൂട്ടരായിരിക്കും എന്ന് ചോദിച്ചത്. അങ്ങൊരു പാസ്റ്ററാണ്, സുവിശേഷ പ്രസംഗങ്ങളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും വിശ്വാസികളുടെ സംശയ നിവാരണം ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, സാധാരണ മനുഷ്യനാണ്. നമ്മളിപ്പോ ഈ ചോദ്യത്തെ കിടന്ന് ഇവിടെ കറങ്ങുക. അന്നേരം ഇനിയും വേറെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് പോകാം. ഇല്ല, ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ സാറ് പറയുന്ന ഒരു കാര്യങ്ങൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അതായത് വേറെ നാളെ യൂട്യൂബിൽ വേറെ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇതിനെ ശരിയായ അർത്ഥത്തിൽ എനിക്ക് ഒരു മറ്റു ധാരണയില്ല. താങ്കൾ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചതാണെന്നുള്ള ധാരണ തന്നെയാണ് ഞാൻ മറുപടി പറയുന്നതും. അല്ല, അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. വേറെ ഒന്നുകൊണ്ട് ഞാൻ സാർ ഏത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എന്ന് ജസ്റ്റ് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നാളെ അതുകൊണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ലത് ചെയ്തതെന്നും പറഞ്ഞു. ഞാനും ക്രിസ്തുവിനെ മാത്രം പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ പാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്താഗതി വരുന്ന വേറെ പല ലെവലിലായിരിക്കും. അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്ന എന്റെ ചിന്താഗതി ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ നിലവിലുള്ള പെന്തക്കോസ്ത് വിഭാഗങ്ങളുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിരിക്കാം. അത് അല്ലെങ്കിൽ താങ്കൾ സ്വന്തമായി ഒരു സ്വതന്ത്ര ഒരു സഭ ഉണ്ടാക്കി അതിന്റെ ഒരു പാസ്റ്ററായിരിക്കും. ഇത് രണ്ടിലേതിലും ഒന്നായിരിക്കും. അപ്പോ ഇപ്പൊ ഒരു ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പലതരം ക്രിസ്ത്യാനികളുണ്ടല്ലോ. അല്ല, താങ്കൾക്ക് അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടല്ലേ എന്നോട് ചോദിച്ചത് ഏതാന്ന്?
അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാരണം ഒരു ക്രിസ്ത്യാനി ആകുന്ന നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നിരിക്കാം അല്ലേ? അപ്പോൾ അതിന്റെ ശേഷമായിരിക്കും അത് വേണ്ട എന്ന് നിങ്ങൾ ക്രിസ്തുവിനെ മാത്രം പിൻപറ്റുന്ന ഒരു വ്യക്തിയായി തീർന്നിരിക്കാം അല്ലേ? ഏതെങ്കിലും ഒന്നും ആയിരിക്കുമല്ലോ, അത് മാത്രം ചോദിച്ചു. ഫ്രണ്ട്ഷിപ്പ് ഓപ്പണായിട്ട് ചോദിച്ചോളൂ. സാറ് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇന്നും കാണാറുണ്ട്, അനേക കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കാറുമുണ്ട്. ഞാൻ ഒരു സഭയുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് അണ്ടറിലും അല്ല പറയുന്നുണ്ട്. ഞാൻ എന്റെ മീൻസ് ഇപ്പൊ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ടോ താങ്കൾക്ക്? എനിക്കുണ്ട് പ്രാർത്ഥന. എന്റെ പേരെന്താണ്? വെള്ളലൂർ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയും. എന്തോ? വെള്ളലൂർ ക്രിസ്ത്യൻ അസംബ്ലി. വെള്ളലൂർ ക്രിസ്ത്യൻ അസംബ്ലി ഞങ്ങൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ എന്താ ദേശത്തിന്റെ ഒരു പേരാ വെച്ചിരിക്കുന്നത്. വെള്ളലൂർ ക്രിസ്ത്യൻ അസംബ്ലി. അതിലെ പാസ്സായി. അന്നേരം എത്ര ഒരു കൂടി ഒരു ഉണ്ട് അതിനകത്ത് ആ ഒരു കൂട്ടായ്മയില്? ഒരു 80 പേര് വരും. 80 പേര്. അന്നേരം ആ 80 പേരാകുന്ന ഒരു സഭയുടെ അധിപനാണ് താങ്കൾ. അതെ. അങ്ങ് എന്ത് ചെയ്യുന്നു? ഈ പൂർണ്ണ സുവിശേഷ പ്രവർത്തകനാണോ? അതെ അതെ, പൂർണ്ണ സുവിശേഷ പ്രവർത്തകൻ. ഇപ്പം അന്നേരം നമുക്കൊരു ജീവിക്കാനുള്ള വരുമാനം എങ്ങനെയാണ്? ജീവിക്കാനുള്ള വരുമാനം എനിക്ക് സഭയിൽ നിന്ന് ആൾക്കാർ, അതായത് ഞങ്ങൾ ആരും കമ്പൽ ചെയ്യാറില്ല. ദശാംശം തരണം അല്ലെങ്കിൽ ഇത്ര തരണം, ആരും ഞങ്ങൾ വഞ്ചിക്കാറില്ല. അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും തരുന്നെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് ഞങ്ങൾ വായിക്കും. അല്ലാതെ ഇത്ര തരണം അല്ലെങ്കിൽ ഒരു ദീർഘദർശനം പറഞ്ഞു ആ രീതിയിൽ ഇത്ര തരണം അല്ലെങ്കിൽ ആ രീതിയൊന്നുമില്ല. അവരാൽ കഴിയുന്നത് എന്തെങ്കിലും സ്തോത്ര കാഴ്ചയായിട്ട് തരുന്നു. ബാക്കി എൻ്റെ മോൻ പിന്നെ എന്താ പറയുക മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള വരുമാനം കൊണ്ട് മറ്റൊന്നുമല്ല, ഈ മറ്റ് പ്രവാചകന്മാരും ഉപദേശിമാരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ടൊരു സഭ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എന്തോ മനസ്സിലായില്ല. അതായത് മറ്റ് നിലവിലുള്ള സഭകള് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോ അനേകരിപ്പോ ഈ സുനിൽ സാറിനെ പോലെ അനേകർ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കാറുണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലോ സുനിൽ സാർ ചെയ്യാറുള്ളൂ. വ്യത്യാസമുണ്ടല്ലോ. കാരണം മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അനേക കാര്യങ്ങൾ പല രീതിയിൽ പറയാറുണ്ട്, പല ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ രീതിയിലല്ലോ സാർ ചെയ്യുന്നത്, ആ ഒരു ലക്ഷ്യത്തോടെ അല്ലല്ലോ സാർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒരുപോലെ അല്ല. നമ്മള് കേൾവിക്കാരിൽ നിന്നും പണം മേടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ഈ പ്രോഗ്രാം എപ്പിസോഡുകളായിട്ട് സ്പോൺസർ ചെയ്യിച്ചോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് ഞാൻ പറയുന്നത് എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്ക് ഞങ്ങളുടെ ഇതിന്റെ കൂടെ സൈഡിലൂടെ ഞങ്ങളുടെ നമ്മുടേതായ പ്രൊഫഷൻ ഉണ്ട്. ഉപജീവനത്തിനുള്ള മാർഗം നമ്മൾ കൃത്യമായിട്ടും വേറെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സാറെന്താ ചെയ്യുന്നത്? സാറിന് എന്താ ഉപജീവന മാർഗം അല്ലെങ്കിൽ സാറിന്റെ ജോലി? ഞാനൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. ഞാൻ ഇതിനു മുമ്പും ഞാൻ ഇതിനോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരു പത്രസ്ഥാപനത്തിന്റെ ജനറൽ മാനേജറായിരുന്നു, മെഡിക്കൽ കോളേജിന്റെ CEO ആയിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്. അതിൽ നിന്നുള്ള കാരണം പ്രൊഫഷണലി നമ്മുടെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അതിന് പണം വാങ്ങി, ആ ചെയ്യുന്ന പണിക്ക് കൃത്യമായിട്ട് പണം വാങ്ങിയാണ് നമ്മൾ ഉപജീവനം കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള അനേക എന്താ പറയുന്നത് പെന്തക്കോസ്ത് വാസ്റ്റേഴ്സ് അങ്ങോട്ട് പറയാലോ, പെന്തക്കോസ്ത് വാസ്റ്റേഴ്സ് ഞാനെവിടെയും ഈ എന്താ പ്രവചിക്കാനും അല്ലെങ്കിൽ വേറൊരു സഭയിൽ എന്താ പറയുന്നത് പ്രസംഗിച്ച് കാശുണ്ടാക്കാനോ ആ രീതിയൊന്നും എനിക്കില്ല. ഞാൻ അതായത് ആ വരുന്ന ജനങ്ങൾ ഒരു കൊടി വരവുണ്ട്, അവർ തരുന്ന സ്തോത്ര കാഴ്ച അവരുടെ ഇഷ്ടപ്രകാരത്തായിരുന്നു. ബാക്കി എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ജോലി ചെയ്തു. അനേക വർഷങ്ങളൊക്കെ ഞാൻ സുവിശേഷ വേല ചെയ്ത് ഐ വാസ് എ ടൈലർ. ഞാൻ തയ്യൽ വേല ചെയ്തുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേല ചെയ്തത്. ഇപ്പോഴും അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതാണ് യഥാർത്ഥ സുവിശേഷ പ്രവർത്തനം. കാരണം കർത്താവിന്റെ ശിഷ്യന്മാര് വരെ ഓരോരോ ജോലികൾ ചെയ്തിട്ടായിരുന്നു അവർ ഉപജീവനം കഴിഞ്ഞിരുന്നത്. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടൈം സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞ ദൈവവേല എന്ന് പറയുന്നത് ശരിക്കും ദൈവവേലയല്ല. അത് വല്ലവനും ഉയർക്കുന്ന അപ്പം ഭക്ഷിച്ച് ഉള്ള മറ്റേ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പണി തന്നെയായിരുന്നു. അതാണ് ഞാൻ ഇതിനകത്തോടെ എല്ലാം കൺവേ ചെയ്ത സാധനമാണ്. എങ്കിൽ അത് ഏറ്റവും നല്ല താങ്കളാണ് യഥാർത്ഥ സുവിശേഷ പ്രവർത്തനം എന്ന് ഞാൻ പറയും. ഈ പറഞ്ഞ പോലെ താങ്കൾക്ക് അറിയാവുന്ന പണി തയ്യലാണെങ്കിൽ തയ്യൽ ജോലി ചെയ്യുക, കൂലിപ്പണിയാണെങ്കിൽ കൂലിപ്പണി ചെയ്യുക. അതിനോടൊപ്പം ഇതിലൂടെ ചെയ്യുമ്പോഴല്ലേ അതൊരു സുവിശേഷ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെ കപട ആത്മീയ തൊഴിലാളി, അതേ ഉള്ളൂ. ഞാൻ ഈ തമിഴിൽ പറയുന്നത് സാറ് തമിഴ് അറിയായിരിക്കും, തിരുവനന്തപുരത്തായതുകൊണ്ട് മലയാളത്തിൽ കർത്താവിന്റെ വേല എന്നാ പറയുന്നത്. പക്ഷെ
ഈ തമിഴിൽ പറഞ്ഞ കർത്താവിന്റെ ഊഴിയെന്ന വേലയും അല്ലെങ്കിൽ തൊഴിലും അല്ല. ഞാൻ കർത്താവിന്റെ വേലക്കാരനല്ല. അല്ല, കർത്താവിന് വേണ്ടി അങ്ങനെ ഒരു വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി കർത്താവ് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് വേലയല്ല. ഇപ്പൊ അച്ഛൻ പറഞ്ഞില്ല, ഇപ്പൊ കുറച്ചു നേരം കൂടെ അച്ഛൻ പറഞ്ഞാല് ഈ വേലയുണ്ട്, അനേകം വേല ചെയ്യാന്ന്, ഒരു വേല എന്ന് പറഞ്ഞാല് മനസ്സിലുണ്ടോ? വേല വിൽക്കുക എന്നൊക്കെ പറയും, അങ്ങനെയല്ല. അല്ല, വേലയ്ക്ക് എന്ന് പറഞ്ഞാൽ വേല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ഈ പറഞ്ഞ പോലെ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, വേലയ്ക്ക് ഒരു കൂലി ഉണ്ടാവും, ഇല്ലേ? കൂലി വേതനത്തോടുകൂടി ചെയ്യുന്നതാണ് വേല. അതെ സാറേ, ഞാൻ കൂലിക്കാരനായിട്ടല്ല ഇവിടെ വെള്ളല്ലൂരിൽ ചെയ്യുന്നത്. എന്നാൽ കഴിയുന്നത് എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട്. ആർക്കും ഞാൻ, അതായത് സാമ്പത്തികമായിരിക്കുന്ന അല്ലെങ്കിൽ പണമല്ല എൻ്റെ പ്രധാന കാര്യം. ആരോട് ഞാൻ പണമായിട്ട് അല്ലെങ്കിൽ അവർ തരുന്നു എന്നുള്ളതല്ലാതെ ചോദിച്ചു വാങ്ങിക്കുക, പിന്നെ ഈ എനിക്കൊക്കെ അറിയുന്ന അല്ലെങ്കിൽ പറ്റുന്ന വേല ചെയ്ത് ജീവിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനൊരു ജാക്കോബിറ്റ് ഫാമിലിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ ആ വാക്കിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിജയിക്കുന്നു. എങ്ങനെ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്? എന്നാൽ രക്ഷപ്പെട്ടു എന്നായിരിക്കണം പറയുന്നത്. അതിനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ ജാക്കോബൈറ്റ് ഫാമിലിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണെന്നാണ് വേണം പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നത്. എങ്ങനെ രണ്ടും പറയാം. ഇപ്പൊ ആ അച്ഛൻ പറഞ്ഞതുപോലെ ഒന്ന് രക്ഷപ്പെട്ടു. കാരണം ബൈബിള് നമ്മൾ ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്നേരം ഞാൻ അതുകൊണ്ട് ഇന്നൊരു ഗ്രൂപ്പിൽ വന്നുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഞാൻ ഗ്രൂപ്പിലേക്കല്ല വന്നത്, അത് ചിന്തിക്കണ്ട. ഗ്രൂപ്പിലേക്കല്ല, അതായത് അല്ല, ഗ്രൂപ്പിലേക്കാണ് താങ്കൾ വന്നത്. കാരണം താങ്കൾ പറഞ്ഞ താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ എന്താണെങ്കിലും താങ്കളുടെ ലോക്കൽ ആ സ്ഥലത്തിന്റെ പേരിട്ടാണെങ്കിലും ഒരു 80 പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 8 പേരാണേലും 80 പേരാണേലും അതൊരു ഐഡന്റിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമായി മാറി. താങ്കൾ അതിന്റെ പാസ്റ്റർ എന്ന നിലയിൽ അതിനൊരു ഐഡന്റിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമായി മാറിയത്. താങ്കളും പറയാൻ ശ്രമിക്കുന്നത് എന്തോ, ഈ കൂട്ടായ്മയിലേക്ക് വരൂ, ദൈവത്തെ അറിയൂ, രക്ഷ പ്രാപിക്കൂ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സഭയിലായിരുന്നിരുന്നാൽ പോരെ? എന്തിനും താങ്കളുടെ സഭയിൽ വരണം? ഈ 80 പേര് താങ്കളെ കേൾക്കാൻ എന്തിനു വരണം? എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടായിരിക്കുമല്ലോ താങ്കളെ കേൾക്കാൻ ഒരു വരേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ക്രിസ്ത്യാനി ആകുക, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, സാറും പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ക്രിസ്തുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി ബൈബിൾ അടിസ്ഥാന പ്രകാരമായിട്ട് രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കണം പറയുന്നല്ലോ. അല്ല, രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവും എല്ലാമായിട്ടും ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ഇവന്മാരെല്ലാം ഈ തെമ്മാടിത്തരവും കാണിച്ച് നടക്കുന്നത്. സാറേ, അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അത് പറഞ്ഞല്ലോ, ഇപ്പോ സുനിൽ സാർ ചെയ്യുന്നതായ പ്രോഗ്രാം പോലെ അനേകർ ചെയ്യാറുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന പോലെ അല്ലല്ലോ സാർ ചെയ്യുന്നത്. അല്ല, അങ്ങനെയല്ല. അല്ല, ഈ ക്രിസ്തുവിലേക്ക് പോകാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വളരെ ഈ പറയുന്ന ഓരോ പാസ്റ്റർമാരുടെയും രീതി അനുസരിച്ച് നമ്മൾ ആ ക്രിയകളൊക്കെ ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഒരു കേരളത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു പാസ്റ്റേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എന്റെ എക്സാമ്പിൾ യേശു ക്രിസ്തുവാണ്, ഓപ്പൺ ആയിട്ട് ഞാൻ പറയുക. അപ്പൊ അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു യേശു ക്രിസ്തു എക്സാമ്പിൾ ആയിട്ടുള്ളപ്പം നമുക്ക് നമ്മുടെ ഇടയ്ക്ക് ഈ പാസ്റ്റർമാരുടെയോ ഈ പാതിരിമാരുടെയോ ഈ ബിഷപ്പുമാരുടെയോ ആവശ്യം എന്തെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ കാര്യങ്ങളൊക്കെ ലോകത്തോട് സാറ് വിളിച്ചറിയിക്കാനായിട്ട് സാർ ഒരാളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇത് സാറിന് ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ ഇപ്പൊ 80 പേരുടെ ഒരു സഭ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഞാനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ എന്റെ വാക്കുകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു സെക്കൻഡ്, എന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് കേൾക്കുന്നതിന് വേണ്ടി എനിക്ക് ദശാംശമോ സ്തോത്ര കാഴ്ചയോ എനിക്ക് എന്തെങ്കിലും പിരിവോ തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അല്ല ഈ പറയുന്ന പോലെ നിങ്ങൾ ഞാൻ പറയുന്നത് വരാനോ എന്റെ പക്ഷേ ഇത് മാത്രം കേൾക്കാനോ ഞാൻ പറഞ്ഞില്ല. ഇത് കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞുള്ളൂ, കേൾപ്പാൻ ചെവിയുള്ളവരും കേൾക്കട്ടെ, ആരെങ്കിലും കേൾക്കട്ടെ, ഇഷ്ടമുള്ളവർ എടുക്കട്ടെ, അല്ലാത്തൊരു കളയട്ടെ. നമ്മൾ ഒരാളെ പോലും നമ്മളെ ഇത് നമ്മൾ സുവിശേഷ പ്രഘോഷണമൊന്നുമല്ലോ നടത്തുന്നത്. ഞാൻ വചന പ്രഘോഷണമോ സുവിശേഷ പ്രഘോഷണമോ അല്ല നടത്തുന്നത്. ചില സത്യങ്ങൾ എനിക്കറിയാവുന്ന പോലെ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു മനുഷ്യനെ പോലും വേറെ ആൾക്കാരൊക്കെ എടുത്ത് സാറ് പറയാറുണ്ട്. കാരണം നല്ല ഇപ്പൊ പറഞ്ഞൊരു പ്രായമായ അപ്പച്ചനുണ്ട്, അപ്പച്ചൻ നല്ലതുപോലെ അറിയിച്ചു എന്നൊക്കെ പറയുന്നില്ലയോ? അദ്ദേഹം വളരെ അദ്ദേഹം കൃത്യമായ സുവിശേഷമാണ് അദ്ദേഹം അറിയിച്ചത്, ദൈവവചനമാണ് അറിയിച്ചത്. ഏതെങ്കിലും ഒരു സഭയുടെ ബേസിലോ ഒന്നുമല്ല പറഞ്ഞത്. സാറേ, അതുപോലെ കുറച്ചു പേരുണ്ട്, എല്ലാവരും ഒരേപോലെ അല്ല ഞാൻ പറയുന്നത്. സുനിൽ സാർ മാത്രമല്ല കേരളത്തിലുള്ളൂ, അതേപോലെ ആരെങ്കിലും ഉണ്ടാവാം. നമ്മൾ പറയുന്നത് നമ്മളെന്താ പറയുന്നത് പറഞ്ഞാൽ, ഒന്ന് ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ എങ്ങനെ മനസ്സിലാക്കാം? വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് അറിയാം. അതിൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈ പറയുന്ന ഇവരുടെ യാഗമോ ഇവരുടെ ഇത്തരത്തിലുള്ള ഈ താരിപ്പോ കൈകുട്ടിപ്പാട്ടോ
ദൈവത്തെ ഒന്നുമല്ല ക്രിസ്തു ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. ക്രിസ്തു എന്താ പറഞ്ഞത്? പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞത്. തമ്മിൽ സ്നേഹത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. നീ തമ്മിൽ സ്നേഹിക്കുക, അതുപോലെ ക്ഷമിക്കാം എത്രത്തോളം, നിന്റെ ജീവൻ കൊടുത്തും നീ ക്ഷമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ ഒരു ഉപദേശമാണ്, ഉപമകളാണ് കർത്താവ് പറഞ്ഞത്. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ജീവിക്കാനാണെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ലോകത്ത് ഇപ്പൊ സാർബോൾ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുക ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞ യേശുക്രിസ്തു നിങ്ങളെ, അതായത് എന്താ പറയുക, സ്വീകരിച്ചതുപോലെ, അല്ലെങ്കിൽ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നോ? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ചർച്ച് ഓഫ് ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്ത് എവിടെങ്കിലും ഇവരെ അസംബിൾ ചെയ്യുമായിരുന്നോ? പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു അല്ലേ? അതെ, ചർച്ച ഉണ്ടാക്കിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹം ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും താമസിച്ചിരുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും കൃത്യമായ ഒരു സ്ഥലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് പുരുഷാരത്തെ കണ്ട് ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംവേദിക്കുവാൻ അദ്ദേഹത്തിന് എവിടെയെങ്കിലും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു സ്ഥിരം താവളമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പള്ളികളോ, അല്ലെങ്കിൽ സിനഗോഗോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? വേദപുസ്തകത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. യേശുക്രിസ്തുവിന് ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് അവര് പല സ്ഥലങ്ങളിലും, പ്രത്യേക സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പല സ്ഥലങ്ങളില്, ആ സ്ഥലങ്ങളിലേക്ക് അവരിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. പുരുഷാരം എവിടായിരുന്നു? അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ഇന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം, കർത്താവ് സൺഡേസിലായിരുന്നോ ഈ പുരുഷാരത്തെ കണ്ടിരുന്നത്? ഞായറാഴ്ചകളും കർത്താവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? അതെ, ഞായറാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞായറാഴ്ച കർത്താവിന്റെ ദിവസത്തിൽ അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അത് പള്ളിയാണോ, അല്ല വീടാണോ, അല്ലെങ്കിൽ പുഴവക്കിലാണോ, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല, ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവരങ്ങനെ കൂടി വരുമായിരുന്നു ഞായറാഴ്ച ദിവസം. അതാണ് കർത്താവിന്റെ ഞായറാഴ്ച എന്നൊരു പദം ഇവിടെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആഴ്ചയുടെ ഒന്നാം ദിവസം, നമ്മൾ ഞായറാഴ്ച എന്ന് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ദിവസം, അതായത് ഞായറാഴ്ച അല്ല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ പറഞ്ഞേ, ഒരു ദിവസങ്ങളിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ശബത്ത് അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞത് അങ്ങനെ വ്യക്തമായ ഒരു ദിവസം അതിനകത്തുള്ളപ്പോ ആരാണ് ഈ അതിനെ ഞായറാഴ്ചയാക്കിയത്? അല്ല, ദിവസം ഏതെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, എന്റെ ലോജിക്കാണ് ചോദിക്കുന്നത്, ഈ സൺഡേ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് വന്നത്? അതിന്റെ ബിബ്ലിക്കലി അതിനകത്ത് എന്ത് ലോജിക്കാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബിബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാറി പറയുന്ന, അല്ലെങ്കിൽ ഡേറ്റ് ആരാണ്, ദിവസം ആരുണ്ടാക്കിയത്, വർഷം ആരുണ്ടാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് അറിയാവുന്ന കാര്യം, സാറിന് അറിയാവുന്ന കാര്യമാണല്ലോ. എപ്പോഴാണ് കാലണ്ടർ ഉണ്ടായത്, നമ്മൾ ഏതാണ് അംഗീകരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടത് പറയുന്നുണ്ടല്ലോ, സൺഡേ ആണ്, അല്ലെങ്കിൽ ഡേറ്റ് ഉണ്ട്, സാറിന്റെ ഡേറ്റ് താഴെ ഇട്ടിട്ടുണ്ട്, ഇത്രാമത്തെ ദിവസം, ഇത്രാമത്തെ ഡേ. അപ്പൊ നമ്മൾ എന്തിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ പറയുന്ന ദിവസങ്ങളും ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായതും, ഞായറാഴ്ച ദിവസം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പോകാനൊരു പള്ളി വേണമെന്നും, ആ പള്ളിയിലേക്ക് ഇതെല്ലാം അതിനൊരു കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി വന്ന ആചാരങ്ങളാണ് പിന്നീട് ഇതെല്ലാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതായത് സാറ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇപ്പോ പാസ്റ്റേഴ്സില്, അല്ലെങ്കിൽ ഒന്ന് ദൈവത്തെ വിളിക്കാൻ, ക്രിസ്തുവിനെ വിളിക്കുവാൻ നമുക്ക് ഏത് പള്ളിയിലാണ് പോകേണ്ടത്? ക്രിസ്തു ഏത് പള്ളിയിൽ പോയാൽ പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞു നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ദൈവം തമ്പുരാനോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുവോ പ്രാർത്ഥന? മതി. അതായത് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തില് കൂടിയിരുന്നാലും അവരുടെ മധ്യേ ഞാൻ. അതിന്റെ അർത്ഥം അത് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിരിക്കാം, 2 ഫാമിലി ആയിരിക്കും, ഒന്നിലധികമായിരിക്കാം, അത് 5, 10, 15. പക്ഷെ കൂടിവരം ആവശ്യമുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു തവണത്തെ പോലും പള്ളി എന്ന കൺസെപ്റ്റിനെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. കർത്താവ് അങ്ങനെ പള്ളിയിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. കാരണം യേശുക്രിസ്തു ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചിരുന്നു, അല്ലെങ്കിൽ വില്ലേജുകളിൽ പോയിരുന്നു, അല്ലേ? പള്ളിയിൽ പോയി എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്തുവാ ചാട്ടവാർ എന്തുകൊണ്ട് എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്? അതെ, ഞാൻ ദേവാലയം, ഈ ഏറ്റവും മനോഹരമായ ദേവാലയം കണ്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? സാർ പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന ഇന്നത്തെ ആലയത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ പെന്തക്കോസ്, അല്ലെങ്കിൽ ആരാധനാലയത്തെ കുറിച്ചോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരുത്തന് 8 കോടി രൂപയും കൂടെ വേണമെന്നും പറഞ്ഞ് അവന്റെ ആലയത്തിന് വേണ്ടി ഞാൻ കേട്ടു. എന്നിട്ട് ആ ആലയത്തിന് പൈസ കൊടുക്കാത്തവനോ അവന്റെ ഇത്തരം ആലയത്തിന് വേണ്ടി എതിരെ നിന്നാൽ കർത്താവിന്റെ ശബ്ദത്തിലാണെന്ന് പറഞ്ഞ് അവൻ ആളുകളെ വരട്ടുന്നത് കേട്ടോ.
അല്ല, അതൊന്നും ശരിയല്ല പാസ്റ്റർ. അതൊരിക്കലും വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ സ്വയം ബുദ്ധി, സ്വയം ജ്ഞാനത്തിൽ അവർ ചെയ്യുന്നു. അല്ല, നമ്മൾ എന്തിനാ ചെയ്യുന്നറിയോ? ഇത് തെറ്റാണ് എന്ന് സാധാരണ മനുഷ്യന് മനസ്സിലാക്കുക. അത്തരം ഒരു ബോധമെങ്കിലും ഉണ്ടായിക്കാനുള്ള ശ്രമം. ഞാനൊരു ഭയങ്കര വലിയ എൻലൈറ്റ് ചെയ്യാനോ അത് വളരെ ഒരു അഗാധത്തിലുള്ള അവാർഡോ ഒരു അറിവോ നൽകാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഇതുപോലും തിരിച്ചറിയാതെ കൈയടിക്കുന്ന ഒരു ജനസമൂഹമാണ് നമുക്കുള്ളത്. അത്രത്തോളം മാനസികമായി അടിമത്തം പ്രാപിച്ച ഈ നൂറ്റാണ്ടിലും ഇത് കേട്ടും കൈയടിച്ച് സ്തോത്രം പറയുന്ന ആളുകളുടെ മനസ്സിൽ അവരെ സംബന്ധിച്ചുള്ള അവർ ഹൈലി ഇൻഡോക്ട്രിനേറ്റഡ്. അവരുടെ മനസ്സിലേക്ക് അവര് ഇത് പറഞ്ഞാൽ നമ്മൾ പൈശാചിക ശക്തിയാന്ന് അവർ പറയും. ഇത് കണ്ടോണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്കേലും മനസ്സിലാകുമല്ലോ, ഇത് മണ്ടത്തരമാണല്ലോ വിളിച്ചു പറഞ്ഞ്. ഇത് അങ്ങനെ ഒരു ചെറിയ തോന്നൽ ഒരു ചെറിയ ശതമാനം ആൾക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. ഇതിനുള്ളൊരു ശ്രമം മാത്രമാണ് ഞാൻ നടത്തുന്നത്. സാർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെയല്ലെന്ന് ഞാൻ പറയുന്നു. അതായത് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, അതായത് അങ്ങനെ അല്ലാത്ത ഒരാളുടെ പേര് താങ്കൾ പറയും. ഇപ്പൊ ഇന്ന് ഈ ആത്മീയ കച്ചവട രംഗത്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന റോൾ മോഡൽ അല്ലെങ്കിൽ അങ്ങനല്ല കൊള്ളാവുന്ന ആളാണെന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറ. ഇപ്പൊ കൂടുതലായിട്ട് കേരളത്തിലുള്ള ആരായിക്കോട്ടെ, കേരളത്തിൽ വേണ്ട, വിട്ടുപിടി. നമുക്ക് ലോകത്തിലുള്ള ഈ പറയുന്ന പോലെ ആത്മീയ രംഗത്ത് വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്തിട്ട് ഇതുകൊണ്ട് ഉപജീവനം കഴിയാൻ വേണ്ടി ഇറങ്ങിയതല്ല, സത്യസന്ധമായ സുവിശേഷ പ്രവർത്തനമാണ് നടത്താൻ പറ്റാവുന്ന ഒരാളുടെ പേര് എന്നോട് പറ. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞല്ലോ, സാറിന്റെ എന്താ പറയുന്നത്, സംഭാഷണത്തിൽ പറഞ്ഞല്ലോ, ഇതുപോലെ പ്രായമായ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, നല്ല സുവിശേഷകനാണ്. അപ്പൊ 1-2 പേരുണ്ടല്ലോ. അതേ മരിച്ചു പോയല്ലോ. അല്ല, മരിച്ചാലും അവരെക്കിടെ സാക്ഷി എടുക്കാമല്ലോ നമുക്ക്. മരിച്ചാലും അവർ ജീവിച്ചിട്ടല്ലേ മരിച്ചു. ഇപ്പൊ അത് പറഞ്ഞേ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചുള്ള അവർ വളരെയേറെ കഷ്ടതകൾ സഹിച്ചു. അവരെ ഒന്നും അറിയാതെ താങ്കൾക്ക് പോലും അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇല്ല. അന്നേരം അതാ പറഞ്ഞ ഇന്ന് അങ്ങനെയുള്ള ഇന്ന് ചിലപ്പോ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ഞാനൊരു കാര്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തതായിരിക്കാം ചിലപ്പം താങ്കൾ ഉദ്ദേശിച്ച പോലെ അങ്ങനെ ആത്മീയ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. പക്ഷെ അവരെ ആരെയും ലോകം അറിയത്തില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. അവര് ഈ പറഞ്ഞ വളരെ സൈലന്റ് ആയിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ 10 ആൾ അറിയുന്ന രീതിയിൽ ഇന്ന് ഒരാളെങ്കിലും അത്തരത്തിലുള്ള ഒരാളുടെ പേര് ഉയർന്ന് കേൾക്കുന്നില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നെല്ലാം ഇത്തരത്തിലുള്ള ഈ കള്ളനാണയങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വലിയ മെഗാ ഷോയും തട്ടുപൊളിപ്പൻ സ്റ്റേജ് ഷോയും ടൈം സ്ലോട്ട് എടുത്ത് ചാനലുകളിൽ വന്ന് ഈ വചനക്കച്ചവടം നടത്തുന്ന ആളുകളെ മാത്രമേ നമുക്കറിയൂ. എക്സാമ്പിൾ ഞാൻ പറയാം. സാറിന് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ദേശത്ത് വരിക. അതായത് ഉദാഹരണമായിട്ട് വെള്ളല്ലൂര്, എന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, വന്നിട്ട് എന്ന് വെച്ചാൽ അത് വളരെ തമാശയായി പോയത്. ഇപ്പം ഒരാളുണ്ട്, എനിക്കറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ പക്ഷെ പറയത്തില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാന്ന് പറഞ്ഞിട്ട് താങ്കളെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇരിക്കുന്നത്. അങ്ങനെയല്ല. അതായത് നമ്മൾക്കിപ്പോ സുനിൽ സാറിനെ കുറിച്ച് പലരും പല രീതിയിൽ പറയാം, പക്ഷെ പേഴ്സണലായിട്ട് അറിയുമ്പോഴല്ലേ. എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു അവകാശവാദവും ഇല്ല, നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരു ഇതിലും ഇല്ല. സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ സാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് പറഞ്ഞ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഏക സാധനം വെച്ചാൽ, ഒന്ന് ക്രിസ്തുവിന്റെ മാർഗം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത് എല്ലാം അതേപടി ജീവിക്കുന്ന ആളാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ മാർഗം പിൻപറ്റുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്രിസ്തുവിനെ പിൻപറ്റാൻ എനിക്കൊരു സംഘടന വേണ്ട, എനിക്കൊരു മതത്തിന്റെ ആവശ്യമില്ല, എനിക്കൊരു ഏതെങ്കിലും ആത്മീയ നേതാക്കളുടെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, അദ്ദേഹത്തെ പിൻപറ്റുവാൻ എനിക്കിതിന്റെ ഒന്നും ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല. എനിക്ക് അനുഗ്രഹം കിട്ടുവാൻ എനിക്ക് ഇവരുടെ ഇടനിലക്കാരുടെ ആവശ്യമില്ല. എനിക്ക് അനുഗ്രഹം കിട്ടുവാൻ ഇവർക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് ടൈത്ത് കൊടുക്കുകയോ സ്തോത്ര കാഴ്ച കൊടുക്കേണ്ടയോ ഡൊണേഷൻ കൊടുക്കേണ്ടതിന്റെയോ ആവശ്യമില്ല. എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള എന്റെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, എന്റെ മനസ്സാകുന്ന ദേവാലയത്തിൽ എന്റെ കുർബാന ഞാൻ അർപ്പിക്കുക, ഇതാ ഞാൻ ചെയ്യുന്നത്. കുർബാന എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ താങ്കൾ മുമ്പ് എന്നോട് ചോദിച്ചല്ലോ, നമ്മളായി ജനിച്ച് വീണ് വന്നതായ ഒരു ഇതിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ വായിൽ ചില അറിയാതെ വരുന്ന ചില വാക്കുകളാണ്. അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് നമ്മളിതിനെ കാടടച്ചെല്ലാം മോശമാണെന്ന് പറയും. പക്ഷെ ഇന്ന് ഈ കാണുന്ന നമ്മളുടെ ആ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് എല്ലാവരും അങ്ങനെയല്ല. ഒരു കൂട്ടം അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ ആ കൂട്ടത്തെ നമുക്ക് വെളിവാകണം. അങ്ങനെയുള്ള ആത്മാർത്ഥ അല്ലെ യഥാർത്ഥ കൂട്ടത്തെ, അങ്ങനെയുള്ള യഥാർത്ഥ ക്രൈസ്തവരെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണം. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എല്ലാവരും. ഈ പറയുന്ന പോലെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു കള്ളക്കൂട്ടം ഇതേപോലെ കുറെ ആത്മീയത വിറ്റ് കൊള്ള നടത്തുന്ന കുറെ അടിമകളും
കുറെ ഉടമകളും കള്ളപ്രവാചകന്മാരും വ്യാപരിക്കുന്ന ഒരു കൂട്ടം എന്ന ചീത്തപ്പേര് ക്രൈസ്തവർക്ക് മാറണം. ക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തുവിന്റെ മാർഗങ്ങൾ പിൻപറ്റുന്ന, അത് പ്രവൃത്തിയിലൂടെ അനുഭവവേദ്യമായ ഒരു സമൂഹം ഉണ്ടാകണം. നിശ്ചയമായിട്ടും അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഈ ഞായറാഴ്ച പോയി എവിടെങ്കിലും ഇവന്മാരുടെ ഈ കോലക്കേടും തുള്ളിച്ചാട്ടം നടത്തിയിട്ട് ബാക്കി 6 ദിവസവും സകലമാന തരികടകളും ആഭാസത്തരവുമായിട്ട് നടക്കുന്ന ഇതല്ല ക്രൈസ്തവ സമൂഹം. എന്നെങ്കിലും ഒരു മാറ്റം നമുക്ക് വരുത്തണം. അതെ ഞാനും അത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരുടെയും അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അടിമയോ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യല്ല എന്റെ മെയിൻ അറ്റൻഷൻ. സാറ് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ 66 ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ആകുക എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ മനസ്സിലാക്കുക, ക്രിസ്തുവിനെ അറിഞ്ഞ് ആ ഒരു ക്രൈസ്തവ മാർഗത്തിൽ നമ്മൾ ജീവിക്കുക, മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കുക. അതിന് ഒരു ഇതിന്റെയും ആവശ്യമില്ല. അതിനെ ഒരു ഉപജീവന മാർഗമോ അതിനെ ഒരു കച്ചവട മാർഗമോ ആക്കാതിരിക്കുക. അതെ, സത്യമായിട്ട് ഞാൻ അതാണ് പറഞ്ഞു സാർ. ഞാൻ ഒരു ഉപജീവന മാർഗമായിട്ടോ അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ ഒരു ദാസനായിട്ട് ഇപ്പൊ എന്റെ കൂട്ടായ്മയിൽ വന്നാലേ നിങ്ങൾ രക്ഷ പ്രാപിക്കൂ, അല്ലെ ഞാൻ പറയുന്നത് മാത്രമാണ് സത്യസുവിശേഷം, അല്ലെ ഞാൻ ഇപ്പൊ ക്രിസ്തു പറഞ്ഞ പോലെ ഞാനാകുന്നു മാർഗം, അല്ലെ ഞാനാകുന്നു വഴി എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ നമുക്ക് നന്മയിലേക്കുള്ള വഴി, അല്ലെങ്കിൽ ആ വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളാണ് വഴി. ഇത് പറഞ്ഞ വഴി, അതായത് വഴി കാണിച്ചു കൊടുക്കാൻ നിൽക്കുന്നവൻ തന്നെ ഞാനാണ് ആ വഴി എന്ന് പറയുന്ന പോലെ. അതൊരിക്കലും പാടില്ല. റോഡ് സൈഡില് വഴി കാണിച്ചു കൊടുക്കാൻ ചൂണ്ടുപലകയായിട്ട് നിന്ന് ചൂണ്ടുപലകയാകേണ്ടുന്നവൻ പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വഴി ഞാനാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്. തെറ്റാണ്, അത് തെറ്റാണ്. കാരണം നമ്മൾ അതെ സാറ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സാറ് പറയുന്ന അനേക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. വളരെ വളരെ സന്തോഷം. അല്ലല്ല, ഞാനും താങ്കളെ ഇതാക്കാനോ ഇറിറ്റേറ്റ് ചെയ്യാനോ ഒന്നും പറഞ്ഞല്ല. നമ്മൾ തുറന്ന് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ താങ്കളോടും പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്ന, ഞാനൊരു എന്താ പറയുന്ന ഇന്ത്യയിൽ ജനിച്ചു അല്ലെങ്കിൽ സ്വദേശം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ളതായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. അത് എനിക്ക് സങ്കടമുള്ള കാര്യം കൂടെയാണ്. കാരണം ഞാൻ തമിഴ്നാട്ടിലെ സുവിശേഷ വേല ചെയ്യുന്നു, ഈ പ്രകാരം പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാരിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.